കർത്താവിൽ ഏറ്റവും പ്രിയ സഹോദര സഹോദരി, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു വചനം നമുക്ക് ശ്രവിക്കാം. യെശയ്യാപ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. സ്വസ്ഥത നഷ്ടപ്പെട്ട അനേക ജീവിതങ്ങളെ കാണുവാനിടയായിട്ടുണ്ട്. നമുക്ക് സ്വസ്ഥത തരാൻ ഈ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, നമ്മുടെ കർത്താവായ യേശു മിശിഹ. അവിടുത്തെ ആശ്രയിച്ചവരാരും ലജ്ജിതരായിട്ടില്ല, അവിടുത്തെ ആശ്രയിച്ചവരാരും തകർന്നു പോയിട്ടില്ല. കാരണം മനോരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം മാത്രമാണ്. ആ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുള്ളവരുടെ നടുവിൽ സ്വസ്ഥത, അതിന് വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും സ്വസ്ഥതയില്ലാതെ അലയുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ നമുക്ക് സ്വസ്ഥത തരാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, രോഗപീഠകളാകാം, തളർച്ചകളാകാം, തകർച്ചകളാകാം, ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിനു മുമ്പിൽ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ആത്മസംയമനം പാലിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി അവന് മുൻപിൽ ഇരുന്നു കൊടുത്താൽ അല്പസമയം സ്വസ്ഥമായി ഹൃദയത്തേക്ക് ഏകാഗ്രമാക്കി ദൈവസന്നിധിയിലേക്ക് അവർ അർപ്പിച്ച് അവൻ തരുന്ന ശാന്തതയും ആശ്രയവുമൊക്കെ സ്വീകരിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും നിന്റെ ജീവിതവും അനുഗ്രഹമായി മാറും. കാരണം യേശു നിന്നെ അത്രത്തോളം കരുതുന്നുണ്ട്. അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് വചനം നമ്മളോട് ഇപ്രകാരം പറഞ്ഞത്, ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. ഈ സ്വസ്ഥതയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മുമ്പിൽ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, കരുതലോടെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഇത്തിരി സമയം ചെലവഴിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അതൊരു നഷ്ടമാവുകയില്ല. സ്വസ്ഥതയും ആശ്രയവും നമുക്ക് തരുവാൻ സന്നദ്ധനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്താൽ നാം ഓരോരുത്തരും നിലപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിങ്ങളെവരെയും സംരക്ഷിക്കട്ടെ. കർത്താവായ മിശിഹായുടെ കൃപയും സമാധാനവും എപ്പോഴും നമ്മുടെ ഹൃദയത്തെ നയിക്കട്ടെ. ഈശോ നിങ്ങളെ